ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. SSC MTS ഹവൽദാർ 2025 ഡീറ്റെയിൽഡ് സിലബസിന്റെ ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ടോപ്പിക് വൈസ് ഓരോ സബ്ജക്റ്റിനുള്ള വെയിറ്റേജും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. SSC MTS 2025 ഡീറ്റെയിൽഡ് സിലബസ് ആണ്. എക്സാം പാറ്റേൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് സെഷൻ വരുന്നത് ഏതൊക്കെയാണ്? മാത്സ്, റീസണിങ് ആണ്. അവിടെ നമുക്ക് നെഗറ്റീവ്സ് ഒന്നുമില്ല. നമുക്ക് അവിടെ ക്വാളിഫയിങ് മാർക്സ് മതി. ഒരു 60ഓളം മാർക്ക് നിങ്ങൾ അതിൽ മേടിച്ചാൽ മതി. രണ്ടാമത്തെ സെഷൻ ആണ് GK ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതിലാണ് നമ്മുടെ സ്കോർ ഇരിക്കുന്നത്. എങ്കിൽ പോലും മാത്സിന് ഒരു വെയിറ്റേജ് നമുക്ക് ഉണ്ടല്ലേ. അതുകൊണ്ട് ആ മാത്സിൽ എന്തൊക്കെയാണ് നിങ്ങൾ കോമൺ ആയിട്ട് പഠിക്കേണ്ടത്, എവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? കാരണം ടോപ്പിക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ തന്നെ നോക്കി വെച്ചിരിക്കുക, നോട്ട് ഡൗൺ ചെയ്ത് അത് വേണ്ടി എന്ത് ചെയ്യുക, ആ സെഷൻസ് മാത്രം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഏകദേശം 10ഓളം ടോപ്പിക്സുകൾ വരുന്നുണ്ട്, എക്സാമിന് വരുന്നുണ്ട്. അതിൽ നമുക്ക് അറിയാം അരിത്തമെറ്റിക് പോർഷൻസ് ഉണ്ട്. അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ വരുന്ന പോർഷൻസും ഉണ്ട്. കുറച്ച് അഡ്വാൻസ് ലെവൽ ഓഫ് മാത്സ് ഉള്ള പോർഷൻസും ഉണ്ട്. ഇതിൽ നമുക്ക് രണ്ടും അടങ്ങി തന്നെയാണ് വരുന്നത്. പക്ഷെ അഡ്വാൻസിൽ നമുക്ക് വളരെ ചെറിയൊരു പോർഷൻ ആണ് വരുന്നത്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻസുറേഷൻ എന്ന് പറയുന്ന ഒരു പോർഷനും അതുപോലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് വരുന്നത് കേട്ടോ. അപ്പൊ മെൻസുറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ 2 ഡയമെൻഷണൽ 3 ഡയമെൻഷണൽ പോലെയുള്ള നമ്മുടെ സിലിണ്ടർ, കോൺ, ക്യൂബ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങളുടെ മെൻസുറേഷൻ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വോളിയം കണ്ടുപിടിക്കുക, സർഫസ് ഏരിയ കണ്ടുപിടിക്കുക, 2 റെക്ടാംഗിളിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അത് മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അഡ്വാൻസ് പോർഷനിൽ വരുന്ന ഒരേ ഒരു മാത്സ് റീജിയൻ എന്ന് പറയുന്ന മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മെൻസുറേഷൻ ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ഫോർമുലാസ് മാത്രം നിങ്ങളൊന്ന് എഴുതി കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. 3 ഡയമെൻഷണൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ബേസ് ഉണ്ട്. ശരിക്കും മാത്സ് കെട്ടിപ്പൊക്കുന്നതിന് ഒരു ബേസ് ഉണ്ട്. എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഒരു ബേസ് നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾ മൈൻഡിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കണം, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ പോകണം. കാരണം നിങ്ങൾ എല്ലാ എക്സാംസും എഴുതുന്നതിന്റെ കൂടുതൽ MTS എഴുതുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. പക്ഷെ MTS മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളാം, മാത്സിനും ഒരു ബേസ് ലെവൽ ഉണ്ട്. ആ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അതായത് ഈ പറയുന്ന പെർസെന്റേജ് തൊട്ടുള്ള ചാപ്റ്റേഴ്സ്, അതായത് പെർസെന്റേജിന്റെ ബേസിലാണ് അടുത്ത റേഷ്യോ വരുന്നത്, റേഷ്യോയുടെ ബേസിലാണ് ഓരോ ചാപ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കണം. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയാസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം ഒരുപോലെ പഠിക്കാൻ ശ്രമിക്കണം. പക്ഷെ ടൈം ഇല്ല, ഞാൻ ഇതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കുന്നതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രം പഠിച്ചു പോകാനും പറ്റും കേട്ടോ. അതാണ് ഞാനിവിടെ പറയുന്നത്. ടോട്ടലി വരുന്ന പോർഷൻസ് ഇത് തന്നെയാണ്. ഏതാണ് ഫസ്റ്റ് വരുന്നത്? LCM ആൻഡ് HCF. LCM കണ്ടുപിടിക്കുക, HCF കണ്ടുപിടിക്കുക. അതിന്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അതിൽ ഏകദേശം 1-2 ക്വസ്റ്റ്യൻസ് ഒന്നി LCM ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചോദിക്കുമായിരിക്കും, HCF ചോദിക്കുമായിരിക്കും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് LCM റിലേറ്റഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ HCF റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അത് 1-2 പോർഷൻസ് ആണ്, 1-2 മാർക്കിനായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാന്നുള്ള, പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ പഠിക്കാൻ നോക്കുക. പക്ഷെ ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടോ, ഈ പച്ച കളറിൽ ടിക്കറ്റ് ഇരിക്കുന്ന ഏരിയാസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. എന്തായാലും അതിൽ നിന്ന് ഒരിക്കലും ക്വസ്റ്റ്യൻ മിസ് ആവില്ല. ഏകദേശം ഒരു 3-4 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരുന്ന ഒരു ഫീൽഡ് ആണ് ഏതെന്ന് പറയുന്നത്. ബാക്കി ഞാൻ ഇവിടെ പച്ചയിട്ട് കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഈ പെർസെന്റേജ് ഞാൻ വരയ്ക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെന്റേജ് ആണ് എല്ലാത്തിന്റെയും ബേസ്. അതുകൊണ്ട് പെർസെന്റേജ് അറിഞ്ഞിരിക്കണം. കാരണം ഈ പെർസെന്റേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ വരുന്നത്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് കോളംനാർ ക്വസ്റ്റ്യൻസ് കാണില്ലേ, ഇങ്ങനത്തെ ഡേറ്റ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണത്തില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ബാർ ഗ്രാഫ് പോലെ ഗ്രാഫ് മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതാന്നുണ്ട്. അത് ശരിക്കും പെർസെന്റേജുമായിട്ട് റിലേറ്റ് ചെയ്താണ് കിടക്കുന്നത്. അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അല്ലാണ്ട് നിങ്ങൾ നോക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. റേഷ്യോയുടെ ബേസ് നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കാരണം വേറെ ഏതൊരു ചാപ്റ്ററിനും റേഷ്യോ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റേഷ്യോ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് എന്തുണ്ട്, ആവറേജിലെ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ആവറേജ് വെയിറ്റ്, ആവറേജ് എത്ര സ്റ്റുഡൻസ് ആണ് ഒരു ക്ലാസ്സിലുള്ളത് എന്നൊക്കെ ഉള്ള ആവറേജസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. ഈ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം സ്പീഡ്, ടൈം, ഡിസ്റ്റൻസിന് ഒരു ഫോർമുല ഉണ്ട്. അതല്ലാണ്ട് ഒരു സർക്കുലർ ട്രാക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, മെത്തേഡ്സ്, പല പല ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ട്രെയിനിന്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്, അതുപോലെ റേസിന്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്, സർക്കുലർ ട്രാക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തീഫ്, പോലീസ് ഓടുന്ന അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്.
അല്ലെ? അപ്പൊ അങ്ങനെ പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. ഓരോ ഏരിയയും എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കി പോവുക. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടില്ലേ, ട്രെയിന്, ബോട്ട് ആൻഡ് സ്ട്രീം, ടൈം ആൻഡ് വർക്ക് ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്നൊക്കെ ഏകദേശം 2-1 ക്വസ്റ്റ്യൻസ് വീതം മിനിമം ചോദിക്കും. ട്രെയിനിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. ട്രെയിനിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ട്രെയിന്, ബോട്ട് ആൻഡ് സ്ട്രീം അല്ലെങ്കിൽ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ തന്നെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അത് എടുത്ത് തന്നെ ചോദിക്കാറുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണും, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കാണും. ഇത് എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ പറയുന്ന എല്ലാം ഫോക്കസ് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഞാൻ ഇവിടെ പച്ച കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മാർക്ക് മതി, അതായത് നിങ്ങൾ ക്വാളിഫയിങ് മാർക്സ് മതിയെങ്കിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഞാൻ പച്ച ഇട്ടിരിക്കുന്നത് കേട്ടോ. അല്ല, ബേസിക്കലി നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാം ഒരുപോലെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആ മാർക്കിന്റെ വെയിറ്റേജ് വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. വന്നിരിക്കും 3 to 4 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, ഡിസ്കൗണ്ടിന്റെ കാര്യങ്ങൾ, ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പറിന്റെ കാര്യങ്ങൾ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുന്നുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പഠിക്കണമല്ലോ എന്ന് തോന്നിപ്പോവും. പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സെൻസിൽ തന്നെ കാണുക. ഇതെല്ലാം മാത്സിൽ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. കണ്ടോ, ഇത്രയും പഠിക്കുമ്പോൾ തന്നെ ആവുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മാർക്ക് മതി. മാത്സിൽ ക്വാളിഫയിങ് ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മെൻസുറേഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യമാണ്. അപ്പൊ അതിന്റെ വെയിറ്റേജ് ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെയിറ്റേജിലേ വരത്തുള്ളൂ. ഈ ഒരു വെയിറ്റേജ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്താണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്ററിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുക. ഏകദേശം പെർസെന്റേജിന് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് ചിലപ്പോൾ ഏതിന് കൊടുക്കണ്ടേ, ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഏതിന് കൊടുക്കണ്ട, പെർസെന്റേജിനോ LCM ആൻഡോ HCF ഒന്നും കൊടുക്കണ്ട. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കോറിംഗ് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരുന്നതെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി തന്നെ പോവുക. പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. ഇതെന്താണ്, ക്വാളിഫയിങ് സെഷൻ ആണ്, ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. എനിക്ക് ജസ്റ്റ് ഒരു ഗൈഡൻസ് തരാൻ മാത്രമേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ അനുസരിച്ച് വേണം, നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് വേണം പോവാൻ. ഞാൻ പറയുന്നത് വീണ്ടും, മാത്സ് എന്ത് ചെയ്യരുത്, മാത്സിന് ഒരുപാട് ടൈം എന്ത് ചെയ്യരുത്, കൊടുക്കരുത്, ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അടുത്ത് നമുക്ക് റീസണിങ് നോക്കുമ്പോൾ എന്തൊക്കെയാണ് പഠിക്കുക. റീസണിങ് എന്ത് തന്നെയാണ്, ക്വാളിഫയിങ് തന്നെയാണ്. പക്ഷെ റീസണിങ്ങിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു പോവുകയാണ് കേട്ടോ. റീസണിങ് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ്, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ്. വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫബറ്റ് സീരീസ്, ആൽഫബറ്റുകൾ കൃത്യമായിട്ട് എഴുതി അതിനെ കൃത്യമായിട്ട് ക്രോസ് മാച്ച് ചെയ്യാനും അതിന്റെ അനലോഗി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കോഡിങ്, ഡീകോഡിങ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിങ്ങൾ അതെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആൽഫബറ്റ്സിന്റെ നമ്പേഴ്സ് കാണാതെ പഠിച്ച് വെക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എഴുതി ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പേപ്പർ കിട്ടുമ്പോൾ കൃത്യമായിട്ട് തന്നെ എഴുതി എന്ത് ചെയ്യുക, യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതിന് പല ക്വസ്റ്റ്യൻസ്, വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ എന്താണ്, ആൽഫബറ്റ് സീരീസിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ന്യൂമറിക് സീരീസിലെ ക്വസ്റ്റ്യൻസ് ഒരുപോലെ ആയിരിക്കും. ന്യൂമറിക് സീരീസും ആൽഫബറ്റിക് സീരീസും ഒരുപോലെ ക്വസ്റ്റ്യൻസ് കാണും. അത് കഴിഞ്ഞ് ഫിഗർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണും. ഫിഗർ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പർ ഫോൾഡിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് കാണും. പേപ്പർ ഫോൾഡിങ്, കട്ടിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പിന്റെ ക്വസ്റ്റ്യൻസ് കാണും. മിറർ ഇമേജ് അറിയാലോ, മിറർ ഇമേജിന്റെ ക്വസ്റ്റ്യൻസ് കാണും. എംബഡഡ് ഫിഗേഴ്സ്, ഒരു ഫിഗർ തന്നിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സാധനത്തിന് സെപ്പറേറ്റ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഏതാണ് വരുന്നതെന്ന് കാണിക്കുന്ന എംബഡഡ് ഫിഗേഴ്സ് കാണും. ഇമേജസ് കംപ്ലീറ്റ് ചെയ്യുക, ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഏതാണെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കാണും. കൗണ്ടിങ് ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ കാണും. അങ്ങനെയാണ് ഫിഗർ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഫിഗർ സീരീസുകൾ വരുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഫിഗർ സീരീസിന്റെ പാറ്റേൺ ആണ് അത് വരുന്നത്. പേപ്പർ ഫോൾഡിംഗ് കാണും, മിറർ ഇമേജ് കാണും, എംബഡഡ് ഇമേജ് കാണും, കംപ്ലീറ്റ് ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ അഡീഷണൽ നോക്കുകയാണെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സില്ലോജിസം എന്ന് പറയുന്നതിന് 2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കാണും. ഒരു സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറയും, ആൻസർ ചെയ്യാൻ പറയുന്ന ഒരു രീതിയാണ് സില്ലോജിസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നോ, ആൻഡ്, ബട്ട് എന്നൊക്കെ ചേർത്തിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ, 2 കോളം ഒക്കെ വരച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതാണ് സം, നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചോണം. സില്ലോജിസം 2 ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്.
ബ്ലഡ് റിലേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ്, ബ്ലഡ് റിലേഷനിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് ചോദിക്കും. പിന്നെ വരുന്നത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഇതാണ് കുറച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കേണ്ട 3 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഒന്ന് സില്ലോജിസത്തിന്റെ ആ ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിൽ, കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിൽ ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം. സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആ ഒരു റൊട്ടേഷന്റെ കാര്യങ്ങളും എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് അറിയണം. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉറപ്പാണ്. സർക്കുലർ അറേഞ്ച്മെന്റ് കാണും, ചിലപ്പോൾ റോ അറേഞ്ച്മെന്റ്സ് കാണും. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്യണം. ലെഫ്റ്റ് എവിടെയാണ്, റൈറ്റ് എവിടെയാണ്, എങ്ങോട്ടാണ് ടേൺ ചെയ്യേണ്ടത്, അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് ബ്ലഡ് റിലേഷൻ വരുന്നതും അതുപോലെ തന്നെ ഏത് റിലേഷൻഷിപ്പ് ആണ് ഓരോ ആൾക്കാർക്ക് വരുന്നതും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊക്കെയാണ് എന്ത് വരുന്നത്, നിങ്ങളുടെ ആ ഒരു പാറ്റേണിൽ വരുന്നത്. പിന്നെ ഇന്റർചേഞ്ചിങ് നമ്പേഴ്സ്, പ്ലസ് ഡിവൈഡ് ഇൻറ്റും കൂടെ മാറ്റുക, പ്ലസിനെയും മൈനസിനെയും തമ്മിൽ മാറ്റുക, അല്ലെങ്കിൽ 36നെയും 26നെയും തമ്മിൽ പരസ്പരം മാറ്റിയിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഇതൊക്കെ കാൽക്കുലേഷൻ ആണ്. അത് നിങ്ങളുടെ സ്പീഡിലും നിങ്ങളുടെ ആ ഒരു മെന്റൽ എബിലിറ്റിയിലും ഇരിക്കുന്ന കാര്യമാണ് ശരിക്കും മാത്സും റീസണിംഗ് എന്ന് പറഞ്ഞാൽ. അത് നിങ്ങളുടെ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. 45 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് തന്നെ നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതെന്താണ്, ക്വാളിഫയിങ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ആൽഫബറ്റ് സീരീസ് കാണും, ന്യൂമറിക് സീരീസ് കാണും, ഫിഗർ സീരീസ് കാണും. അഡീഷണൽ വരുന്നതാണ് ഏതൊക്കെ, സില്ലോജിസം, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ബ്ലഡ് റിലേഷൻ. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ നോക്കിക്കോളാം. അപ്പൊ ഇത് രണ്ടും എന്താണ്, ക്വാളിഫയിങ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, കൃത്യമായ രീതിയിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിശ അക്കാഡമിയുടെ SSC MTS ഓൺലൈൻ കോഴ്സിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. എല്ലാ രീതിയിലുള്ള ഹെൽപ്പും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള വർക്കൗട്ട് മെറ്റീരിയൽസും ആ മെന്റർഷിപ്പും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനോട് അവൈലബിൾ ആണ്. അപ്പൊ കൃത്യമായി പഠിക്കണം, ഇംഗ്ലീഷ് കൃത്യമായി പഠിക്കണം, GK എന്തൊക്കെയാണ് പഠിക്കണം എന്നുള്ള കൃത്യമായ അവയർനെസ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൾറെഡി കോഴ്സ് റണ്ണിങ് ആണ്. ലൈവ് പ്ലസ് റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോർഷൻസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ജോയിൻ ചെയ്ത് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതിന്റെ നമ്പേഴ്സ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ജനറൽ നോളജിന്റെ കാര്യമാണ് വേണ്ടത്. കാരണം പിന്നെ അറിയേണ്ടത് നമുക്ക് GKയും ഇംഗ്ലീഷും എന്നുള്ള ഒരു ഫീൽഡാണ് അല്ലെ. GKയും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് ടോപ്പിക്ക് പഠിച്ചാലാണ് എനിക്ക് നല്ല മാർക്ക് കിട്ടുക? കാരണം GKയിലും ഇംഗ്ലീഷിലുമാണ് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അതിലെന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഏത് സബ്ജക്റ്റിനും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഹിസ്റ്ററി എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ തന്നെ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ. ഹിസ്റ്ററി നമ്മൾ 3ആയിട്ടാണ് തിരിക്കുന്നത്, ആൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി. അപ്പൊ ഹിസ്റ്ററിയിൽ തന്നെ മോഡേൺ ഹിസ്റ്ററിയിൽ ഏകദേശം 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ നിന്ന് 2 to 3 ക്വസ്റ്റ്യൻസ്. ഈ ആൻഷ്യന്റ് ഹിസ്റ്ററിയിലാകുമ്പോൾ പഴയ ടെമ്പിൾ സ്ട്രക്ചർ, ആർക്കിടെക്ചറൽ സ്റ്റൈലുകൾ, മോണുമെന്റ്സിന്റെ കാര്യം ചോദിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ബുക്കുകൾ, പഴയ കാലങ്ങളിൽ എഴുതിയ ബുക്കിന്റെ കാര്യം ചോദിക്കും, വേദങ്ങളുടെ കാര്യം ചോദിക്കും. അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് വരും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആൻഷ്യന്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റികളെ, ബുക്കുകളെ, അതുപോലെ തന്നെ അവിടുത്തെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ, ടെമ്പിൾസിനെയൊക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മിഡീവൽ പീരീഡിലും ഏകദേശം അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അത് കൃത്യമായി ശ്രദ്ധിക്കാം. മോഡേൺ ഹിസ്റ്ററിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊളിറ്റിക്സിന്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ ഫോം ചെയ്ത കാര്യങ്ങളും റിവോൾട്ടുകളും അതെല്ലാം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അപ്പൊ എന്തായാലും ഹിസ്റ്ററിക്ക് പ്രധാനപ്പെട്ട മാർക്ക് തന്നെയുണ്ട്. ഏകദേശം 5ഓളം ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഈ ഹിസ്റ്ററി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്ന ഏത് തന്നെയാണ് നമ്മുടെ ജോഗ്രഫിയിൽ നിന്ന് റിവേഴ്സ്, മൗണ്ടെയിൻസ്, നമ്മുടെ പെൻസുലാർ പ്ലേറ്റിനെ പറ്റിയിട്ടും ബാക്കിയുള്ള നമ്മുടെ ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷനെ പറ്റിയിട്ട് കൃത്യമായിട്ട് തന്നെ ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് പഠിക്കണം. റിവേഴ്സ് തൊട്ടുള്ള പോർഷൻസ് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ജോഗ്രഫിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ. അപ്പൊ ഹിസ്റ്ററിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജോഗ്രഫിയിൽ നിന്ന് ഏകദേശം 3 ക്വസ്റ്റ്യൻ വരും. എക്കണോമിക്സ് പിന്നെ വരുന്നത് എന്താണ്, എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നിന്ന് എപ്പോഴും 1 to 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ബേസിക് ഐഡിയ, ബേസിക് കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണും. എക്കണോമിക്സിന്റെ മണി പോളിസി, മോണിറ്ററി പോളിസി പോലെയുള്ള കാര്യങ്ങൾ, ബാങ്ക് റിലേറ്റഡ് കാര്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ, പലതരത്തിലുള്ള ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യണം. എക്കണോമിക്സ് നിങ്ങൾ
വിട്ടാലും ബാക്കിയുള്ളത് കവറപ്പ് ചെയ്യുമെങ്കിൽ മാത്രമേ എക്കണോമിക്സ് വിടാവൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് തന്നെ എക്കണോമിക്സ് പഠിക്കുക. 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും അതിന്റെ ബേസിക് സിലബസ് അനുസരിച്ചിട്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും പുതിയ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക്സുമായിട്ട് മിക്സ് ചെയ്തായിരിക്കും ചോദിക്കുന്നത്. അതായത് ഒരു അധ്യയന വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ചേഞ്ചസ്, ഇപ്പൊ റെപ്പോ റേറ്റിന്റെ ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ബാങ്കിങ്ങിൽ എന്തെങ്കിലും ഒരു പുതിയ പെർസെന്റേജ് ആഡപ്പ് ചെയ്ത് വന്നെങ്കിലോ, ബാങ്കിൽ എന്തെങ്കിലും മൈക്രോ ഫിനാൻസിന്റെ കാര്യങ്ങൾ, ക്രെഡിറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എക്കണോമിക്സിൽ നിന്ന് ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ജനറൽ പൊളിറ്റിക്സിൽ നിന്ന് ഏകദേശം 3ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 3ഓളം ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ആർട്ടിക്കിൾസ്, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP തുടങ്ങിയ അമെന്റ്മെന്റ്സ് തുടങ്ങിയ പല കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പല കാര്യങ്ങളുമാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. പൊളിറ്റിക്സിൽ നിന്ന് ചോദിക്കാറുള്ള സുപ്രീം കോടതി തുടങ്ങിയ, രാജ്യസഭ അങ്ങനത്തെ പാർലമെന്റ് സീറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നോക്കിക്കൊള്ളുക. പിന്നെ അതിൽ നിന്ന് അപ്പം നമ്മൾ സബ്ജക്ട് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്. പിന്നെ വരുന്നത് സയൻസ് ആണ്. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ നിന്നൊക്കെ വളരെ ക്വസ്റ്റ്യൻസ് കുറവാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് ബയോളജിയും ഒന്നെന്താണ് കെമിസ്ട്രി ആണ്. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള മാർക്കാണ് കേട്ടോ. നിങ്ങൾ പ്രാക്ടീസ് സെഷൻ മാത്രം അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കിട്ടാവുന്ന മാർക്കുകൾ തന്നെയാണ് വരുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഹിസ്റ്ററി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ജോഗ്രഫി, പിന്നെ പൊളിറ്റിക്സ്, അത് കഴിഞ്ഞ് എക്കണോമിക്സ്, സയൻസ്. ആ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചു പോകുക കേട്ടോ. സബ്ജക്ട് സെപ്പറേറ്റ് പഠിക്കുക. അത് കഴിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട്. സ്റ്റാറ്റിക് GK എന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണും. കാരണം ഇത് മിക്സബിൾ ആണ്. അതായത് കറണ്ട് അഫയേഴ്സ് 2024-25 റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ സ്റ്റാറ്റിക് GK ആയിരിക്കും എപ്പോഴും വരുന്നത്. അങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിലാണ് ഏത് വരുന്നത്, ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിക് പോർഷനിൽ നിന്നാണ് ആർട്സ് ആൻഡ് കൾച്ചർ വരുന്നത്. ആർട്സ് ആൻഡ് കൾച്ചർ അതായത് നിങ്ങളുടെ ഡാൻസിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മ്യൂസിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മ്യൂസീഷ്യൻസിനെ കുറിച്ച് ചോദിക്കും. ഖരാന, ഓരോ ബനാറസ് ഖരാന, ലക്നൗ ഖരാന, ഗ്വാലിയർ ഖരാന, അങ്ങനെ ഖരാനാസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ അവിടുത്തെ ഫെസ്റ്റിവൽ, ഓരോ സ്റ്റേറ്റിലും ഉള്ള ഫെസ്റ്റിവൽസ്, ഫെയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ എടുത്ത് തന്നെ ചോദിക്കാറുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആർട്ട് ആൻഡ് കൾച്ചറിൽ തന്നെ ഡാൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം, ഫെസ്റ്റിവലിൽ നിന്ന് ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫെയറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. മ്യൂസീഷ്യനിൽ ഏതെങ്കിലും ഒരു മ്യൂസീഷ്യന്റെ പേരെടുത്ത് ചോദിച്ചിട്ട് അയാൾ എന്തിനാണ് ഫേമസ് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ അവാർഡിനെ പറ്റി ചോദിക്കാം. അത് കഴിഞ്ഞ് ഖരാന, ഈ ഖരാനയിൽ ഫേമസ് ആയിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിക്കാം. ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മ്യൂസീഷ്യനെ പറ്റിയിട്ട് ചോദിക്കാം. അപ്പൊ അങ്ങനെ പല രീതിക്കും അവിടെ ക്വസ്റ്റ്യൻസ് വരാം. ഒരു ക്വസ്റ്റ്യൻ വീതം എന്തായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. പിന്നെ എന്താണ്, പിന്നെ വരുന്നത് സ്പോർട്സിന്റെ കാര്യമാണ്. സ്പോർട്സും ആരും മിക്സ് ചെയ്ത് കളയരുത്. സ്പോർട്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടെർമിനോളജീസ് ആണ്. അതായത് സ്പോർട്സിന്റെ തന്നെ ടെർമിനോളജീസ് ഉണ്ട്. ലവ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ബാഡ്മിന്റണിലാണ്. ഡ്യൂസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്, ബാഡ്മിന്റണിലാണ്. അല്ലെങ്കിൽ ക്രിക്കറ്റിൽ ഉണ്ടാവുന്ന ഹാട്രിക് പോലുള്ള കാര്യങ്ങൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ടെർമിനോളജി വെച്ചിട്ട് അത് ഏത് സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിക്കും. ഗാംബിറ്റ് ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ, ചെക്ക് മേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ പല സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കും. സ്പോർട്സിന്റെ പേഴ്സണാലിറ്റീസിനെ അറിഞ്ഞു വെച്ചിരിക്കണം. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതാണ് സ്പോർട്സിന്റെ ഏകദേശം ഉള്ള ഒരു സ്ട്രക്ചർ ആണ് ടെർമിനോളജി, അല്ലെങ്കിൽ അത് എവിടെയാണ് കളിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പേഴ്സണാലിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാൽ റിസെന്റ് ന്യൂസിൽ വന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് 2024-25 കറണ്ട് അഫയേഴ്സ് അനുസരിച്ചിട്ടുള്ള ആ സ്പോർട്സ് ഇവന്റ് എവിടെ വെച്ച് നടത്തും, ഏത് ഹോസ്റ്റ് പ്ലേസ് ആരായിരുന്നു, വിന്നർ ആരായിരുന്നു, ആ ഒരു കളിയിൽ മാൻ ഓഫ് ദ മാച്ച് അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് എന്നൊക്കെ കുറിച്ചിട്ടുള്ള സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വരും. അത് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഉണ്ടായിരിക്കും. 1-2 ക്വസ്റ്റ്യൻസ് എപ്പോഴും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് ആയിരിക്കും വരുന്നത്. അത് എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ടെർമിനോളജീസ് പഠിക്കുക. ടെർമിനോളജി കേട്ടോ, ടെർമിനോളജി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ സ്പോർട്സും ഈക്വലി നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ വരുന്ന എന്താണ്, കറണ്ട് അഫയേഴ്സിൽ പിന്നെ നോക്കേണ്ടത് അഡീഷണൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഒന്ന് എന്താണ്, അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല. അപ്പോയിന്റ്മെന്റ്സ് നോക്കണം, മസ്റ്റ് ആയിട്ട് നോക്കണം. പുതിയ അപ്പോയിന്റ്മെന്റ്സുകൾ എന്തായാലും നിങ്ങൾ നോക്കണം. പിന്നെ ഈ ബുക്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററിയിലുള്ള ബുക്സ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ബുക്സുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റെഫർ ചെയ്താൽ മാത്രം മതി കേട്ടോ. അല്ലാതെ അനാവശ്യമായിട്ട് ബുക്സ് പഠിക്കേണ്ട. നിങ്ങൾ പഠിക്കണമെങ്കിൽ ഹിസ്റ്ററി ടൈമിലുള്ള കുറെ ബുക്സുകൾ പഠിച്ചു വെക്കുക. പിന്നെ റീസെന്റ് ആരെങ്കിലും പുതിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതും മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വരുന്നത് അവാർഡ്സുകളാണ്. അവാർഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് വാങ്ങിച്ച അവാർഡുകൾ തന്നെ പഠിക്കുക. ആരെങ്കിലും മരിച്ചു പോയെങ്കിൽ ഒബിച്വറീസ് എന്ന് പറയും നമ്മൾ, ഒബിച്വറീസ്. ആരെങ്കിലും മരിച്ചു പോയെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവാർഡ്സോ അവരെന്തെങ്കിലും ബുക്കുകൾ എഴുതിയെങ്കിലോ അല്ലെങ്കിൽ അവർ റീസെന്റ് ആരെങ്കിലും ന്യൂസിൽ വന്നിട്ടുണ്ടെങ്കിലോ അവരെ കുറിച്ചിട്ടുള്ള അവാർഡ്സോ ബുക്സുകളോ ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്.
പിന്നെ വരുന്നത് എന്താണ്? പൊളിറ്റിക്സ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അതിന്റെ പൊളിറ്റിക്കൽ സൈഡാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. നമ്മൾ ഒരു ഡിപ്ലോമാറ്റിക് സൈഡ് ആണെങ്കിലും നമ്മൾ പൊളിറ്റിക്കൽ സൈഡ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കണം. അതായത് എത്രത്തോളം പൊളിറ്റിക്സ് റിലേറ്റഡ് ആണ്, അതായത് ഇന്ത്യ എത്രത്തോളം പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് പുതിയ സ്കീമുകൾ, ബഡ്ജറ്റുകൾ, അങ്ങനത്തെ കുറെ ഇക്കണോമി പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റീസെന്റ് ആയിട്ട് നിൽക്കുന്ന ന്യൂസുകൾ ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പൊളിറ്റി റിലേറ്റഡ് ആ ഒരു സൈഡ് നോക്കുമ്പോൾ കൂടുതലായിട്ട് അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പുതുതായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്, ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് ചെയ്തത്, ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു രീതിയിൽ ചോദിക്കാറുണ്ട്. പിന്നെ ഇൻഡെക്സുകൾ നമ്മുടെ ഇപ്പൊ ഓരോ ഇന്ത്യക്കുള്ള ഇൻഡെക്സുകളുണ്ട്. പോപ്പുലേഷൻ ഇൻഡെക്സ് ഉണ്ട്, ഹാപ്പിനെസ് ഇൻഡെക്സുകളുണ്ട്, സർവേയിൽ പല രീതിക്കുള്ള സർവേസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സർവീസിലൊക്കെ ഉള്ള നമ്മുടെ ഇൻഡെക്സുകൾ കൃത്യമായിട്ട് അറിയുക. പിന്നെ വരുന്നത് സ്കീമുകളാണ്. ആ ഒരു ഒറ്റ വർഷം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത്രയും കാലങ്ങളിലുള്ള വർഷത്തിലുള്ള സ്കീമുകൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാന്നുള്ള തന്നെ മിഡ് ഡേ മീൽ പ്രോഗ്രാമുകളുണ്ട്, അതുപോലെ വിമൺ ആൻഡ് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കുറെ പ്രോഗ്രാംസ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, സ്കീമുകൾ. ഇപ്പൊ സൂര്യ ബിജ്ലി യോജന എന്നൊക്കെ പറഞ്ഞിട്ട് PM ബിജ്ലി യോജന എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ കുറെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസ് അങ്ങനെയൊക്കെയുള്ള കുറെ സ്കീമുകളുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കണം. ആ സ്കീം പഠിക്കുമ്പോൾ അതിന്റെ വർഷമാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ആ വർഷം തന്നെ അവരെടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ റീസെന്റ് നിൽക്കുന്ന സ്കീമുകളും അവരെന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു ഏരിയ കവർ ചെയ്ത് വരുന്ന ടോപ്പിക്സുകൾ. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 25 ക്വസ്റ്റ്യൻസിൽ 23 ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ആകെ വരുന്നത് ഇത്രയും ടോപ്പിക്സ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. സബ്ജക്ട് വൈസ് ആയാലും സ്റ്റാറ്റിക് GK വൈസ് ആയാലും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അത് ഫോക്കസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഇംഗ്ലീഷിന്റെ സിലബസ് ആണ്. ഏറ്റവും ഫൈനൽ ആയിട്ട് നമ്മൾ പറയാനുള്ളത് ഇംഗ്ലീഷിന്റെ സിലബസ് ആണ്. കാരണം എല്ലാ പേർക്കും ഏകദേശം 25 ക്വസ്റ്റ്യൻസിൽ ഏകദേശം 25 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇംഗ്ലീഷ് എന്ന് പറയാം. നെഗറ്റീവ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും 25 ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രോപ്പർലി തന്നെ മാനേജ് ചെയ്താൽ മതി. അതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വരുന്നത് വൊക്കാബ്സ് ആണ്. വൊക്കാബുലറി എന്ന് പറയുന്നതാണ്. വൊക്കാബ് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി ഫോക്കസ് ചെയ്യുക. അതായത് ഡെയിലി ഇത്ര വേർഡ്സ് വെച്ച് നിങ്ങൾ പഠിക്കും. കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് ഏരിയ എന്ന് പറയുന്നത് GKയും ഇംഗ്ലീഷുമാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്ത് ചെയ്യുക? നിങ്ങൾ പ്രോപ്പർലി എത്ര വേർഡ്സ് വെച്ച് ഡെയിലി പഠിക്കണം എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഈ വൊക്കാബ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമല്ല. അതിന്റെ ഒരു 20 വേർഡ്സ് വീതം നിങ്ങൾ പഠിക്കും. സിനോണിംസ് ഒരു 20 വേർഡ്, അർത്ഥങ്ങൾ ഒരു 20 എണ്ണം നിങ്ങൾ പഠിക്കും. ആന്റോണിംസ് ഒരു 20 എണ്ണം, വിപരീത പദങ്ങൾ ഒരു ദിവസം തന്നെ 20 എണ്ണം പഠിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിന്റെയൊക്കെ ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അല്ലെ? അതിൽ നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹിന്ദു പോലെയുള്ള ന്യൂസ് പേപ്പേഴ്സ് റീഡ് ചെയ്തിട്ട് അതിലുള്ള ഏറ്റവും പ്രധാന എഡിറ്റോറിയൽ പോർഷനിൽ കാണുന്ന വേർഡ്സ് എടുത്ത് വെച്ചിട്ട് അതിന്റെ മീനിങ്ങുകൾ കണ്ടു പഠിക്കാം. പോഡ്കാസ്റ്റുകൾ നോക്കി പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാം. പക്ഷെ നിങ്ങൾക്ക് അർത്ഥം കൂടെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. വൊക്കാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ് സെൻസ് ആണ് അവരവിടെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ വൊക്കാബ്സ് എന്ന് പറയുമ്പോൾ സിനോണിംസ് പഠിക്കുക, ആന്റോണിംസ് പഠിക്കുക, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിക്കുക, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക. അത് കഴിഞ്ഞ് നോക്കേണ്ടത് എന്താണ്? സ്പെല്ലിംഗ് ഉണ്ട് കേട്ടോ. സ്പെല്ലിംഗ് ആൻഡ് ഡിറ്റക്ടിങ് മിസ്സ്പെൽഡ് വേർഡ്സ് എന്ന് പറയുന്ന സാധനം. സിനോണിംസ്, ആന്റോണിംസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, സ്പെല്ലിംഗ് ഡിറ്റക്ട് ആണ്. ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ചോദിക്കുന്നില്ല. ഈ പറയുന്ന ഈ 4 കാര്യങ്ങൾ അത് ഡെയിലി ഒരു 20 എണ്ണം വെച്ച് നിങ്ങൾ നോക്കി പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ഒരു 10 എണ്ണമെങ്കിലും മിനിമം എന്ത് ചെയ്യുക? നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കുക. ഒരു 10 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഉറപ്പാണ്. ഈവൻ സ്പെല്ലിംഗിൽ നിന്ന് തന്നെ ഏകദേശം 2ഓളം ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. 2 സ്പെല്ലിംഗ് ചോദിക്കാറുണ്ട്, 2 അനോണിംസ് ചോദിക്കാറുണ്ട്, 2 സിനോണിംസ് ചോദിക്കാറുണ്ട്, ഏകദേശം 3ഓളം ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷ് നിങ്ങൾക്ക് പ്രോപ്പർലി സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എല്ലാം കൂടെ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ മറന്നു പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എഴുതി പഠിക്കണം. പറ്റാത്തതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി ട്രൈ ചെയ്യണം, പറഞ്ഞ് ട്രൈ ചെയ്യണം. നിങ്ങൾ അതിനെ റിലേറ്റ് ചെയ്ത് നോക്കണം. ഒരു വേർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇംഗ്ലീഷിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വൊക്കാബ്സ് 10 ക്വസ്റ്റ്യൻസ് കാണും. പിന്നെ സ്പോട്ട് എറർ എന്ന് പറയുന്ന എറർ സ്പോട്ടിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നിന്ന് ഒരു 6 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എറർ സ്പോട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഗ്രാമാറ്റിക്കൽ സെൻസ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് കൃത്യമായി ഒരു സെന്റൻസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ അത് ഈസി ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് ബൈ പ്രാക്ടീസ് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ തിരുത്തി തന്നെ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എറേഴ്സ് കറക്റ്റ് ചെയ്യാം. അതിന് ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കുറെ റൂൾസുകളുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പൊ എററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ വരുന്നത് ഗ്രാമറിൽ നിന്നാണ്. ഗ്രാമറിൽ നിന്ന് ഏകദേശം 3ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗ്രാമറിൽ നിന്ന് 3ഓളം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ ഗ്രാമർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്
ടെൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണും. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രോനൗൺ, നൗൺ അങ്ങനത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണും. പ്രിപ്പോസിഷന്റെ ക്വസ്റ്റ്യൻസ് കാണും. പ്രിപ്പോസിഷൻ ഓൺ, ഓഫ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതത്തില്ലേ, ഇന്ന് എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രികളുണ്ട്. സൂപ്പർലേറ്റീവ്, കമ്പാരിറ്റീവ് ഡിഗ്രി, ലാർജ്, ലാർജർ, ലാർജസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ആ ഡിഗ്രി ഓഫ് കമ്പാരിസൺ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ വെച്ചിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കാണും. എവിടെ എന്ത് വേർഡ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ലാസ്റ്റ് ഒരു 5 മാർക്കിന്റെ ഒരു പാസേജ് കാണും. പാസേജ് കോംപ്രഹെൻഷൻ എന്ന് പറയും. ആ കോംപ്രഹെൻഷനിൽ ഏതൊക്കെ വേർഡ്സ് ആണ് ഫില്ല് ചെയ്യേണ്ടത്, അത് ടെൻസ് റിലേറ്റഡ് ആയിരിക്കും, ഗ്രാമാറ്റിക്കൽ സെൻസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. അതും എന്ത് ചെയ്യുക, പഠിക്കണം. അപ്പൊ ഗ്രാമാറ്റിക്കൽ പാർട്ട് ഏകദേശം ഒരു 10ഓളം മാർക്ക് അതിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു 10ഓളം മാർക്ക് വെക്കാബ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ചില്ലറ നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലുള്ള കുറച്ച് കാര്യങ്ങൾ 5 മാർക്കിന് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഏതൊക്കെയാണ് എഫേർട്ട് ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. വൊക്കാബ്സ് ഡെയിലി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. വൊക്കാബ്സും പഠിക്കുക. എറർ സ്പോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സെന്റൻസുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഇത്രയാണ് അതിന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് വരുന്നത്. ടോപ്പിക് വൈസ് ഉള്ള വെയിറ്റേജുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരേണ്ടതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. MTS എന്ന് പറയുന്ന ഒരു ചെറിയ എക്സാം ആയിട്ട് കാണാണ്ട് അതിന് ഏറ്റവും വലിയൊരു സ്റ്റെപ്പായിട്ട് കണ്ട് മുന്നിലേക്ക് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഇംഗ്ലീഷും GKയും എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതിന് പ്രോപ്പർ ആയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഒരു 1 and 2 അല്ലെങ്കിൽ 2 മണിക്കൂർ അതിന് വേണ്ടിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ GKയും ഇംഗ്ലീഷും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ അത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും MTSന്റെ ഓൺലൈൻ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കുക. അതിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോളോ അപ്പ് നമ്മൾ തരുന്നുണ്ട്. അപ്പൊ അല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ എന്തൊക്കെ വെയിറ്റേജ് ആണ് ഉൾപ്പെടുത്തി പഠിക്കേണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കണം. നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. റെഗുലർലി പ്രാക്ടീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, സിലബസ് കവർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.